സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. മുന്നറിയിപ്പ് പത്രത്തിലാണ് ഉള്ളത്. ഇന്ന് 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മഴ കനത്ത സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. അതേസമയം ശക്തമായ കാറ്റിൽ തോട്ടിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കോടഞ്ചേരിയിൽ സഹോദരങ്ങളായ കുട്ടികൾ ഷോക്കേറ്റ് മരിച്ചു. തോട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ കുട്ടികളാണ് ഷോക്കേറ്റ് മരിച്ചത്. ഇവരുടെ ബന്ധുവിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നോടിയായി ഇതോടെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7 ആയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും നമുക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, അരുൺ മോഹൻ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, കൊല്ലത്ത് നിന്ന് വിനീഷ്, പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ, കാസർഗോഡ് നിന്ന് KV ബൈജു എന്നിവർ ചേരും. നമുക്ക് ആദ്യം കോഴിക്കോടേക്ക് പോകണം. അതിനു മുമ്പ് ഈ ഷോക്കേറ്റ് 2 കുട്ടികൾ മരിച്ച വാർത്ത പ്രേക്ഷകരോട് പങ്കുവെച്ചല്ലോ. അവരുടെ ബന്ധുവിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം. ഞാൻ പോയപ്പോഴേ തെന്നി വീണ് മറ്റേ ലൈൻ കമ്പി കുട്ടി മരത്തയിലേക്ക് വീണ് മരിച്ചതാണ്. ഒരു 4:30 മണിയായി കാണും. സ്ഥിരമായിട്ട് കുളിക്കാൻ പോകുന്ന സ്ഥലം. മറ്റു കുട്ടികളൊന്നും സമയത്തില്ലായിരുന്നു. ഈ ലൈൻ ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ഭാഗത്തേക്ക് വരുന്ന ലൈനാ. മരം വീണു കുട്ടിയത്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു കൊച്ചു ഓടി വന്ന് പറഞ്ഞ അങ്ങനെ 2 പേര് ഞങ്ങളുടെ അനിയൻ വെള്ളത്തിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിച്ചെന്നാണ് നേരെ ഇവർ 2 പേര് മരിച്ചെടുക്കുക. എർത്തുണ്ടായിരുന്നു. ഞങ്ങൾ പീസ് പോയി ഊരി, മെയിൻ പീസ്. അങ്ങനെ എന്നിട്ട് ഇവരെ പൊക്കി എടുത്തോണ്ട് പോയത്. കളിക്കല്ലേ ഇവർ 2 പേരും തന്നെ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് അവിടെ 10-30 കുട്ടികൾ വന്ന് കുളിക്കുന്ന സ്ഥലം, കടവാണത്. വീടിനോട് ചേർന്ന് ക്രോസ് ചെയ്തു. MS അനീഷ് കുമാർ ഉണ്ട് നമുക്കൊപ്പം. മനീഷ, അതിതീവ്ര മഴയാണ് കോഴിക്കോട്. മഴക്കെടുതി രൂക്ഷമാണ്. അതിനിടയിലാണ് വളരെ ദുഃഖകരമായ ഈ വാർത്ത കൂടി നമ്മളെ തേടിയെത്തിയത്. 2 കുട്ടികളാണ് ഷോക്കേറ്റ് മരിച്ചത്. എന്താണ് കോഴിക്കോടിന്റെ പൊതുവിലെ ഒരു സാഹചര്യം? കോഴിക്കോട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കനത്ത മഴ തുടരുകയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ജില്ലയിൽ എല്ലായിടത്തുമുള്ളത്. നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും മലയോര മേഖലകളിലുമൊക്കെ വലിയ രീതിയിൽ തന്നെ മഴ പെയ്യുന്നു. ഒപ്പം മഴയോട് കൂടെ വലിയ രീതിയിൽ കാറ്റടിക്കുന്നു എന്നതാണ് ഏറെ അപകടങ്ങൾ വിതയ്ക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ നിൽക്കുന്ന ഇടത്ത് വലിയ കാറ്റടിച്ച് കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. മുക്കത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഈ മലയോര മേഖലകളോട് ചേർന്ന ഇടങ്ങളിലൊക്കെ വലിയൊരു തോതിൽ കാറ്റടിക്കുന്നു. കൊടുങ്കാറ്റ് എന്ന രീതിയിൽ തന്നെ കാറ്റടിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇത്തരമൊരു കാറ്റിലാണ് കോടഞ്ചേരിയിലെ തേക്കുമരം കടപുഴകി വീഴുകയും അത് പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പോസ്റ്റിൽ പതിക്കുകയും ചെയ്ത് ആ പോസ്റ്റും വൈദ്യുതി കമ്പിയും കൂടി പിന്നീട് പുഴയിലേക്ക് നീങ്ങുകയും പുഴയിൽ കുളിക്കുകയായിരുന്ന 2 കുട്ടികളുടെ ദാരുണമായ മരണം സംഭവിക്കുകയും ചെയ്ത ഒരു കാഴ്ച ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പല ഇടങ്ങളിലായി ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 2 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ കാലവർഷക്കെടുതിയിലുണ്ടായ മരണം 4 മാറിയിരിക്കുന്നു. ഇന്നലെയാണ് വടകര ഭാഗത്ത് ബൈക്ക് യാത്രികനായ ആളുടെ മീതെ തെങ്ങ് വീണ് അദ്ദേഹത്തിന് മരണമുണ്ടായത്. തൊട്ട് തലേ ദിവസമാണ് കിണറിടിഞ്ഞു വീണ ഒരാൾ മരിച്ചത്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ 4 പേരുടെ മരണം ഉണ്ടായിരിക്കുന്നു. ഒരുപാട് ഇടങ്ങളിൽ വീടുകളും മറ്റുമൊക്കെ വലിയ കാറ്റിൽ മരങ്ങൾ വീണ് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ വടകരയിൽ മടപ്പള്ളി ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ തെങ്ങ് വീണിരുന്നു. ഈ തെങ്ങ് വീണതിനെ തുടർന്ന് റെയിൽവേ ഗതാഗതം ഏതാണ്ട് താറുമാറായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. 1.5 മണിക്കൂറിനടുത്ത് വൈകിയാണ് ഇപ്പോൾ പല ട്രെയിനുകളും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ തെങ്ങ് വീണതിനെ തുടർന്ന് തിക്കൊടി, കോഴിക്കോട്, കൊയിലാണ്ടി സ്റ്റേഷനുകളിലായി ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. പരശുരാം എക്സ്പ്രസ്, നേത്രാവതി എക്സ്പ്രസ്, മംഗള എക്സ്പ്രസ്, ഷൊർണൂർ, കോഴിക്കോട് പാസഞ്ചർ തുടങ്ങിയ നിരവധി ട്രെയിനുകൾ 1.5 മണിക്കൂറോളം വൈകി ഓടുന്നുവെന്നാണ് നമുക്ക് റെയിൽവേയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഒപ്പം തീരപ്രദേശങ്ങളിലും വലിയ
കടക്ഷോഭം നേരിടുന്നു. ആ മേഖലകളിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാണ് കാലവർഷം കടന്നുപോകുന്നത്. എന്തായാലും രാത്രിയാത്രാ നിരോധനം ഇന്നലെ ജില്ലയിൽ ഉണ്ടായിരുന്നു. താമരശ്ശേരി ചുരത്തിൽ മരം വീണതിനെ തുടർന്ന് രാത്രി ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഇറങ്ങുന്നതിനൊക്കെ ഉള്ളൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം, ഈ കാറ്റിന്റെ ഒരു ശക്തി എങ്ങനെയുണ്ടായിരുന്നു? വലിയ കാറ്റായിരുന്നു. നല്ല ശക്തമായ കാറ്റുണ്ടായിരുന്നു. രാത്രി ഒരു 10:30ക്ക് ശേഷം നല്ല കാറ്റും മഴയാണ്. വലിയ ശക്തിയായിരുന്നു. വേറെ വീടുകൾക്ക് എന്തെങ്കിലും നാശം? വേറെ വീടിന്റെ മുകളിൽ ഇതുപോലെ മരം വീണ് ഒരു 12 മണിക്ക് ശേഷം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോ വലിയൊരു മരമാണ് വീണേക്കുന്നല്ലേ? ഭയങ്കര അപകടം ഉണ്ടാവേണ്ടതായിരുന്നു. അതെ, തീർച്ചയായിട്ടും. നമുക്ക് കാണാം, ഒരു വാഹനത്തിന് മുകളിലേക്കാണ് ഈ മരം വീണത്. ഒപ്പം തൊട്ടടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ഈ ആളുകളുള്ള സമയത്തായിരുന്നില്ല അപകടം എന്നതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു. ഒരു വിശാലമായ മേഖല ഒന്നടങ്കം ഉള്ള ഒരു സ്ഥലത്താണ് ഈ മരം വീണിരിക്കുന്നത്. ഒരു പോസ്റ്റൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഇവിടെ പാർക്ക് ചെയ്തിട്ടിരുന്ന ഒരു വാഹനത്തിന് മുന്നിലേക്കാണ് വീഴുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നും ജില്ലയിൽ റെഡ് അലർട്ടാണ്. ശക്തമായ മഴ ജില്ലയുടെ പല മേഖലകളിലും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. തീർച്ചയായും. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അനീഷ് നിൽക്കുന്ന സ്ഥലം മുക്കമാണ്. അവിടെ ഒരു വലിയ മരം കടപുഴകി വീണത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഒരു വാഹനത്തിന് മുകളിലേക്കാണ് വീണത്. എന്തായാലും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഈ മരം വീണ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തൊട്ടുക്ക് നമ്മൾ നോക്കുമ്പോൾ വലിയ അപകടങ്ങളൊക്കെ തലനാരിഴയ്ക്ക് മാറിപ്പോകുന്ന പല വാർത്തകളും നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ട്. ഏതായാലും അത്രത്തോളം മോശമായ രീതിയിൽ കാലാവസ്ഥ, പ്രതികൂലമായ രീതിയിൽ കാലാവസ്ഥ തുടരുകയാണ്. അതിതീവ്ര മഴ ഈ മാസം 30 വരെ തുടരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. ഡാനി പോൾ ഉണ്ട്. ഡാനി, എന്താണ് എറണാകുളം ജില്ലയുടെ ഒരു സാഹചര്യം? അനിഷ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആര്യ, എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയും പല ഇടങ്ങളിലും തന്നെ അനിഷ്ട സംഭവങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് ഈ അതിരാവിലെ നല്ല മഴ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരല്പം ശമനം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. ഇവിടെ ഭൂതത്താൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഇന്ന് എല്ലാ ഷട്ടറുകളും തന്നെ തുറക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ജലസേചന അണക്കെട്ടാണെങ്കിൽ കൂടിയും ജലസംഭരണം ഇപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് പെരിയാറിൻ്റെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ നദീ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രത പുലർത്തുന്ന ഒരു സമയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വലിയ രീതിയിലേക്ക് വെള്ളം ഉയരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് കരുതലോടുകൂടി തന്നെ കാണുക എന്ന രീതിയിൽ തന്നെ അറിയിപ്പ് സംവിധാനങ്ങൾ വന്നിരിക്കുന്നു. ജില്ലയിൽ വിവിധ താലൂക്കുകളിലായി ഏതാണ്ട് 30ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ മരങ്ങൾ വീണതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിലാണ്. വിവിധ താലൂക്കുകളിലായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കൂടുതലും പറവൂറും അതോടൊപ്പം തന്നെ മറ്റ് കിഴക്കൻ മേഖലകളും കേന്ദ്രീകരിച്ചാണ് കൂടുതൽ വീടുകൾക്ക് മുകളിലേക്ക് ഈ മരങ്ങൾ വീണ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെയും ജില്ലയുടെ തീരമേഖലകളും അതീവ ജാഗ്രതയിൽ തന്നെ കടന്നു പോകുന്നു. കാരണം തിരമാലകൾ ഉയരാനുള്ള സാഹചര്യമുണ്ട് എന്ന രീതിയിലുള്ള അറിയിപ്പുകളുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത ഈ മേഖലയിൽ പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പശ്ചിമ കൊച്ചിയുടെ മേഖലകൾ, അതോടൊപ്പം തന്നെ വൈപ്പിൻ, എടവനക്കാട് മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം സാധാരണ രീതിയിൽ തന്നെ കാലവർഷ സമയത്ത് തന്നെയും തിരമാലകൾ വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതാണ്. ചെല്ലാനം മേഖലയിലും കണ്ണമാലി സ്ഥലങ്ങളിലുമെല്ലാം തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം വേണ്ടി വന്നാൽ ആളുകളെ ഒഴിപ്പിക്കാൻ സജ്ജമായിരിക്കാനായിട്ട് ജില്ലാ ഭരണകൂടം തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആളുകളെ ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം വേണ്ടി വന്നാൽ ഉടൻ ആരംഭിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. അങ്ങനെ പൊതുവിൽ ജാഗ്രതയിൽ തന്നെയാണ് എറണാകുളം ജില്ല പൊതുവിൽ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പെരിയാറിന്റെ കരകളിലുള്ളവരോട് ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡാമുകളുടെ ഷട്ടറുകൾ അത് ഭാഗികമായിട്ട് തുറക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് ജാഗ്രത വന്നിരിക്കുന്നത്.
തീർച്ചയായും ഡാനിപ്പോളാണ് എറണാകുളത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളത്തും റെഡ് അലർട്ടാണ്, അതീവ ജാഗ്രത തുടരുകയാണ്. അവിടെ വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ അധികൃതർ എടുത്തിട്ടുണ്ട് എന്നും പറയുന്നു. പെരിയാറിന്റെ തീരത്തുള്ളവർ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണ്. തിരുവനന്തപുരത്തേക്ക് പോകാം. ഡാൻ കുര്യനുണ്ട്. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം? ഇടതടവില്ലാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ തെല്ലൊന്ന് ശമനമുണ്ട്. മഴ കുറച്ചധികം നേരമായി പെയ്യുന്നില്ല. പക്ഷേ കാർമേഘം മൂടിയ നിലയിലാണ്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് എടുത്തു പറയേണ്ട കാര്യം, പ്രധാനപ്പെട്ട ബീച്ചുകൾ ഉൾപ്പെടെ കോവളത്തുൾപ്പെടെ ശംഖുമുഖത്തുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വരുന്ന 29-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശക്തമായ കടലാക്രമണത്തിന് സാധ്യത നിൽക്കുന്നു. അതോടൊപ്പം ഉയർന്ന തിരമാലകൾ, ഇത് രണ്ടുമാണ് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്ന തരത്തിലേക്ക് അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. അത് മിന്നൽ പ്രളയ സാധ്യതകളിലേക്ക് വരെ വഴിവെക്കുന്ന ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നടക്കം അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടന്നിരിക്കുന്നത്. റവന്യൂ വകുപ്പിനെയും മറ്റ് നഗരസഭ ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങളുടെയുമൊക്കെ തയ്യാറെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ക്യാമ്പുകൾ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൺട്രോൾ റൂമുകളൊക്കെ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. യെസ്, അതാണ് തിരുവനന്തപുരത്തെ സാഹചര്യം. ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത ഉണ്ട്. കേരള തീരത്ത് ഒന്നാകെ മത്സ്യബന്ധനത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടിയാണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് നേരെ നമുക്ക് കാസർഗോട്ടേക്ക് പോകാം. KV ബൈജു ഉണ്ട് അവിടെ നിന്ന്. ബൈജു, ഗുഡ് മോർണിംഗ്. എന്താണ് കാസർഗോട്ടെ ഒരു സാഹചര്യം? കാലാവസ്ഥ എങ്ങനെ നിൽക്കുന്നു? ശക്തമായ മഴയല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. അതിശക്തമായ മഴ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലും തുടരുന്നത്. ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടവിട്ട് സമയങ്ങളിൽ ഇത്തരത്തിൽ ശക്തമായ മഴ, അതോടൊപ്പം ശക്തമായി വീശിയടിക്കുന്ന കാറ്റ്, അത് തന്നെയാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ വ്യാപകമായി നിലംപൊത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ മഴ തന്നെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാസർഗോഡ് ജില്ലയിൽ ഉള്ളത്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് അതിശക്തമായ മഴ ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ കാണാം, ഇപ്പോൾ തെല്ലൊന്ന് ശാന്തത കാണാം. പക്ഷേ ഏത് സമയത്തും വളരെ ശക്തമായ രീതിയിലുള്ള മഴ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാസർഗോഡിലുള്ളത്. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ കുപ്പത്താണ്. വലിയ തോതിൽ കുപ്പത്ത് മണ്ണിടിച്ചിൽ തുടരുന്നു. ദേശീയപാതയിലെ വലിയ ആശങ്കയോടുകൂടിയാണ് ഒരുപാട് ആളുകൾ ഈ കുപ്പം മേഖലകളിൽ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് കുപ്പത്തെ ആശങ്ക. അവിടെ മണ്ണിടിച്ചിൽ രൂക്ഷമായി തുടരുന്നു എന്നത് തന്നെയാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഒപ്പം വിനോദസഞ്ചാര മേഖലകളിൽ എല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരപ്രദേശത്തുള്ള ഈ കൈറ്റ് ബീച്ച്, പള്ളിക്കര ബീച്ച് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ നിയന്ത്രണം തുടരുന്നു. അതോടൊപ്പം തന്നെ റാണിപുരം ടൂറിസം, ഇക്കോ ടൂറിസമാണ്. റാണിപുരം ടൂറിസത്തിലേക്കും യാത്ര ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. കാരണം പല ഭാഗങ്ങളിലും ഈ മരങ്ങൾ കടപുഴകി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്രത്തോളം ശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സജ്ജമാണ്. പക്ഷെ ഇതുവരെ ആരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. ആശ്വാസകരം എന്നത് വലിയ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. ആര്യ, തീർച്ചയായും കാസർഗോട്ടെ സാഹചര്യം അതാണ്. റെഡ് അലേർട്ടാണ്, അതിശക്തമായ മഴ, അതിനൊപ്പം അതിശക്തമായ കാറ്റാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് എന്നാണ് KV ബൈജു നമുക്ക് പങ്കുവെക്കുന്ന വിവരം. പത്തനംതിട്ടയിലേക്ക് പോകാം. ശശിനാരായണനുണ്ട്. ശശിനാരായണൻ, എന്താണ് പത്തനംതിട്ടയിലെ ഒരു സാഹചര്യം? റെഡ് അലേർട്ട് ആണല്ലോ അവിടെ. കേൾക്കുന്നുണ്ടോ ശശിനാരായണൻ? ഹലോ കേൾക്കാം. പറഞ്ഞോളൂ, എന്താണ് പത്തനംതിട്ടയിലെ ഒരു കാലാവസ്ഥ നിലവിലെ? ആര്യ, പത്തനംതിട്ടയിലും ശക്തമായ മഴയാണ്. ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ശക്തമായ രീതിയിൽ തന്നെ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. പല മലയോര മേഖലയിലും അതിശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാത്രി ഇന്നലെ വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ മഴ പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ആകാശം മേഘാവൃതമാണ്. പല സ്ഥലങ്ങളിൽ മഴ
വ്യക്തമായി ലഭിക്കുന്നുണ്ട് എന്ന വിവരമാണ്. ഏകദേശം പല നാശനഷ്ടങ്ങളും കഴിഞ്ഞ 2 ദിവസമായി ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ 102 വൈദ്യുത പോസ്റ്റുകൾ പല സ്ഥലങ്ങളിലായും ഈ മരങ്ങൾ വീണ് ഒടിഞ്ഞ് തകർന്നു പോയിട്ടുണ്ട്. വൈദ്യുതി പല സ്ഥലങ്ങളിൽ തടസ്സപ്പെട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം 2 ദിവസമായി ഈ ശക്തമായ മഴയുടെ ഭാഗമായി ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം 18 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 ദിവസത്തെ മഴയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൂടി പുറത്തു വരുന്നു. എന്തായാലും പത്തനംതിട്ട, കുമ്പഴ, കൂനി, പള്ളിത്തോട്, വകയാർ, കക്കാട്, റാന്നി തുടങ്ങിയ മേഖലകളിലാണ്, ഇത്തരം മലയോര മേഖലയിലാണ് മഴ ശക്തമായിട്ടുള്ളത്. നദിയിലെ ജലനിരപ്പും നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. എന്തായാലും ഈ രാത്രികാല യാത്രകൾക്ക് നിരോധനമുണ്ട്. ഗവി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകൾ, പുട്ടവഞ്ചി സവാരി കേന്ദ്രങ്ങളിലെല്ലാം പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. 28 തീയതി വരെ ഈ നിയന്ത്രണം തുടരും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജാഗ്രത ജില്ലയിൽ തുടരുകയാണ്. ക്യാമ്പുകൾ, അതായത് ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ക്യാമ്പുകൾ സജ്ജമാണ്. ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്നുള്ളതാണ് ഒരു വിവരം ലഭിക്കുന്നത്. ഏകദേശം 30-ലേറെ വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം, ഈ കനത്ത മഴയിൽ മരം ഒടിഞ്ഞു വീണും പോസ്റ്റുകൾ തകർന്നു വീണുമൊക്കെ 30-ലേറെ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായുള്ള കണക്കിൽ കൂടി വരുന്നു. എന്തായാലും 60ഓളം പ്രശ്നബാധിത അതായത് ശ്രദ്ധിക്കേണ്ടതായ 60ഓളം പ്രശ്നബാധിത മേഖലകൾ ജില്ലയിലുണ്ടെന്നുള്ള കണക്ക് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ടുണ്ട്. ആ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലൊക്കെ സാധ്യതയുള്ള മേഖലകളാണ്. മലയോര മേഖലയാണ്. മരങ്ങൾ, ഈ ഗതാഗതം നടക്കുന്ന വാഹനങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ മരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ രാത്രികാലങ്ങളിലൊക്കെ യാത്രകൾ നടത്താൻ പാടില്ല എന്നുള്ള നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ട്. എന്തായാലും ജാഗ്രത ജില്ലയിൽ തുടരുകയാണ്. ക്യാമ്പുകൾ പല സ്ഥലങ്ങളിലും സജ്ജമാണ്. മഴ ഇപ്പോഴും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ തുടർന്നു. തീവ്ര മഴയാണ് പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നത്. നിലവിലത്തെ സാഹചര്യം റെഡ് അലർട്ടാണ് ജില്ലയിലുള്ളത്. ജാഗ്രത നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. ആര്യ. ശരി, ശശിനാരായണാണ് പത്തനംതിട്ടയിലെ വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെയും ശക്തമായ മഴയാണ്, അതീവ ജാഗ്രത തുടരുന്നു. മഴക്കെടുതി വളരെ രൂക്ഷമാണ്. പലയിടത്തും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ നശിക്കുന്ന സാഹചര്യം, ഗതാഗതം തടസ്സപ്പെട്ടു, വൈദ്യുതി ലൈനുകൾ തകരാറിലായി, അങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് പത്തനംതിട്ടയിൽ നിന്നും വരുന്നത്. കോട്ടയത്തേക്ക് പോകാം. ജി ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്താണ് കോട്ടയത്തെ നിലവിലത്തെ സാഹചര്യം? മഴ കനത്തു തന്നെ തുടരുകയാണോ? മഴ രാത്രി അതിശക്തമായി പെയ്തു. ഇപ്പോൾ ചാറ്റൽ മഴയാണ് കോട്ടയം നഗരത്തിലുള്ളത്. പക്ഷേ ജില്ലയുടെ പല ഭാഗത്തും ഇപ്പോഴും മഴ തുടരുന്നു എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മഴയുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ച് നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ ഒരു അപകട നിലയിലേക്ക് എത്തിയതായിട്ടുള്ള വിവരം ഇതുവരെയും ജില്ലാ ഭരണകൂടം നൽകുന്നില്ല. ഇന്നലെ ഏറ്റവും ഒടുവിൽ രാത്രി നൽകുന്ന വിവരം അനുസരിച്ചും ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ തുറക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇന്നാണ് റെഡ് അലർട്ട് ഉള്ളത്. ഈ കഴിഞ്ഞ രാത്രി മുതലാണ് കൂടുതൽ അതിശക്തമായ മഴ പെയ്യുമെന്ന പ്രവചനവും മറ്റും ഉണ്ടായിരുന്നത്. ഒരു കാര്യമുള്ളത്, അതിശക്തമായ മഴ പലപ്പോഴും പെയ്യുന്നുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ മഴ മാറുന്നു, വീണ്ടും മഴ പെയ്യുന്നു. അങ്ങനെയാണ്. അല്ലാതെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന ഒരു ശക്തമായ മഴയിലേക്ക് പലപ്പോഴും പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കിഴക്കൻ മേഖലയുടെ സാഹചര്യം, അതായത് മലയോര മേഖലയുടെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാശനഷ്ടങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇന്നത്തേത് ഇതുവരെയും വന്നിട്ടില്ല. കാര്യമായ എവിടെയും വെള്ളം കയറുകയോ അങ്ങനെ ഗതാഗതം തടസ്സപ്പെടുകയോ ചെയ്യുന്ന നിലയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. എന്തായാലും റെഡ് അലർട്ട് ആയതിനാൽ തന്നെ ഇന്ന് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അതേസമയം തന്നെ ഈ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഈ അവധി കാലമായതുകൊണ്ട് തന്നെ താൽക്കാലികമായി നടത്തുന്ന അവധിക്കാല ക്ലാസുകൾ ഉൾപ്പെടെ ഇന്ന് ഉണ്ടാകില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവധി ബാധകമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു ആശങ്കയുള്ളത് പ്രധാനമായും മലയോര മേഖലയിലാണ്. ഉരുൾപൊട്ടൽ ഭീതി ഒക്കെയുള്ള സ്ഥലങ്ങൾ കോട്ടയം ജില്ലയുടെ കിഴക്ക് മേഖലയിൽ പലയിടത്തുമുണ്ട്. ആ ഒരു ജാഗ്രതയോടുകൂടി തന്നെ ജില്ലാ ഭരണകൂടം തുടരുകയാണ്. തീർച്ചയായും അതാണ് കോട്ടയത്തെ സാഹചര്യം. മലയോര മേഖലകളിലാണ് അതീവ ജാഗ്രത പുലർത്തേണ്ടത് എന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് മുന്നിലുള്ളത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുൺ മോഹൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ മോഹൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള ഒരു സാഹചര്യം? താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ടോ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു മഴ പ്രഭാതം തന്നെയാണ് ഇവിടെയും നമുക്കുള്ളത്. ഇന്നലെ രാത്രി മുതൽ മഴ ശക്തമായിരുന്നു. ഒരു വൈകിട്ട് 7 മണി മുതൽ
ഇടവിട്ടുള്ള മഴ രാത്രിയോട് ശക്തമാകുന്ന കാഴ്ചയായിരുന്നു മലയോര മേഖലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ പറയുന്ന വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്ത സാഹചര്യത്തിൽ നെയ്യാറിലുൾപ്പെടെയുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഒപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറിയ ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പല കൃഷിയിടങ്ങളിലും വെള്ളം കയറിയ ഒരു അവസ്ഥയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പെയ്ത മഴയും കാറ്റും വളരെ ദുരിതം തന്നെയാണ് സൃഷ്ടിച്ചത്. ഇന്നലെയും ശക്തമായ കാറ്റ് പലയിടങ്ങളിലും രാത്രി അടിച്ചു. അത് വൈദ്യുത ബന്ധത്തെ താറുമാറാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസമായി വൈദ്യുതി ഇല്ലാത്ത മാരായമുട്ടം പ്രദേശത്ത് ഇന്നലെ നാട്ടുകാർ വൈദ്യുതി ഓഫീസിലേക്ക് പ്രതിഷേധം ഉൾപ്പെടെ നടത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പലയിടങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞുകിടക്കുന്ന അവസ്ഥ, അത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് തന്നെയാണ് ഇതിന് കാരണമെന്നുള്ളതാണ് വൈദ്യുതി വകുപ്പിന്റെയും ഇന്നും ഇത് തന്നെയാണ്. പലയിടത്തും കറണ്ട് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതേസമയം പൂവാർ, പൊഴിയൂർ, തെക്കേ കൊല്ലംകോട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള തീരങ്ങളിലും കടൽ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയാണ്. മീൻപിടുത്തക്കാർ ഉൾപ്പെടെയുള്ളവർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ ഉണ്ട്. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. മഴ പെയ്യുന്ന അവസ്ഥയാണ്. മഴ തുടരും എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും പങ്കുവയ്ക്കാനുള്ളത്. ഓക്കെ, അരുൺ മോഹൻ കൂടിയാണ് നമുക്കൊപ്പം ചേർന്നത്. കനത്ത മഴയിൽ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിൽ മണ്ണിടിച്ചിൽ. ഇതേ തുടർന്ന് ഒറ്റപ്പാലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് നിന്ന് പാലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ പാലത്തിന്റെ ഇടതുഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് റോഡിന് തകരാർ സംഭവിക്കാതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം സബ് കളക്ടർ ഉൾപ്പെടുന്ന റവന്യൂ സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഇപ്പോൾ ഉള്ളത്. ബാക്കി 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും മഴക്കെടുതിയും രൂക്ഷമാണ്. സംസ്ഥാനത്ത് ഇതുവരെ 7 മരണമാണ് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടും ചെയ്തിട്ടുള്ളത്. നമുക്ക്